ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിക്കയറുകയാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. ഇതിൻ്റെയൊക്കെ ഒരു നിയമ സാധ്യത എന്താണ്? അല്ല, ഭാരത് ന്യായ സംഹിത അടിസ്ഥാനപ്പെടുത്തിയല്ല. കാരണം എന്തായിരിക്കും കോടതിയിൽ വരാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ആ പ്രത്യേക സ്ഥലത്ത് അവർ ഏതെങ്കിലും തരത്തിൽ അവിടെ റൂമിലോ മറ്റു കാര്യങ്ങളിലോ ഉണ്ടായെന്നുള്ള പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആർക്കൊക്കെ ഈ പ്രൈവസിയിലെ ചട്ടക്കൂടിലേക്ക് ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ പരിശോധിക്കണം. കാരണം ഈ അന്വേഷണത്തിനൊടുവിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ഈ പരാതി പറഞ്ഞവരെ ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ എന്ത് നിയമ നടപടിയാണ്? നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. വക്കീലെ നമസ്കാരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിക്കയറുകയാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ. സത്യത്തിൽ ഇപ്പോൾ ഒരുപാട് നടന്മാരുടെ പേരിൽ കേസെടുത്തിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു നിയമ സാധ്യത എന്താണ്? ഈ എടുത്ത കേസുകൾക്ക് എന്തായിരിക്കും കോടതിയിൽ വരാൻ പോകുമ്പോൾ നടക്കാൻ പോകുന്നത്? ഇപ്പോൾ നിലവിൽ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തലുകളായി ഇന്ന് ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ, ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ രംഗത്ത് വരുന്നത്. അപ്പോൾ ഏത് സ്ഥലങ്ങളിൽ വെച്ചിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ആ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയ നിയമമാണ്. പക്ഷേ നടന്ന സംഭവങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾക്കൊന്നും തന്നെ മുൻകാല പ്രാബല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയും ആ കാലഘട്ടത്തിൽ, അതായത് ഏത് കാലഘട്ടത്തിൽ നടന്ന ജൂൺ 30 മുമ്പ് നടന്ന കാര്യങ്ങളായതിനാൽ പഴയ നിയമത്തിൻ്റെ IPCയുടെയും അതോടൊപ്പം തന്നെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ തന്നെ. ഭാരത് ന്യായ സംഹിത അടിസ്ഥാനപ്പെടുത്തിയല്ല. ഭാരത് ന്യായ സംഹിത അടിസ്ഥാനപ്പെടുത്തിയല്ല. കാരണം ഭാരത് ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പുള്ള ആരോപണങ്ങളായതിനാൽ ആ കാലഘട്ടത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള IPC ഇപ്പോൾ ഇന്നെടുത്ത കേസുകളൊക്കെ തന്നെ 376 IPC വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായും ഇത് കോടതിയിൽ വരുമ്പോൾ ഇതിപ്പോ ആരോപണങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടു മറന്ന ഒരുപാട് കാലമായ സിനിമകളുടെ സെറ്റിൽ നടന്ന കഥകളാണ് പലരും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു പീഡനം നടന്നു എന്ന് പറയുന്ന കേസുകളിൽ പോലും തെളിവെടുപ്പുകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തൊക്കെയാണ് ഈ പോലീസ് നേരിടാൻ പോകുന്നത്, ഈ അന്വേഷണത്തിൽ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ? ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിൽ പരാതികളുടെ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. എല്ലാ കേസുകളിലും ഇപ്പോൾ എടുത്ത കേസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഇനി ഈ FIR-ന് മേലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട്, അതായത് ഈ പറഞ്ഞ ഈ കൃത്യസമയത്ത് ഈ ആളുകൾ, ഈ പറയുന്ന ആരോപിക്കപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടോ, അവരുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ അത് കണ്ടുപിടിക്കുന്നതിലും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ CCTV ദൃശ്യങ്ങളുടെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് ചെറിയ കാലയളവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ വർഷങ്ങൾ പഴക്കമുള്ള ആരോപണങ്ങളാണ് പലതും കൊണ്ടുവന്നത്. അപ്പോൾ ആ സ്ഥലത്ത് അദ്ദേഹം അവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പ്രത്യേക സ്ഥലത്ത് അവർ ഏതെങ്കിലും തരത്തിൽ അവിടെ റൂമിലോ മറ്റു കാര്യങ്ങളിലോ ഉണ്ടായെന്നുള്ള തെളിവ് ശേഖരിക്കുക. അതോടൊപ്പം തന്നെ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടത്തി മാത്രമേ പോലീസ് ഒരുപാട് മുമ്പോട്ട് പോകേണ്ടി വരും ഈ കാര്യങ്ങൾ തെളിയിക്കപ്പെടാൻ വേണ്ടി. അല്ല, സ്വാഭാവികമായിട്ട് ഈ കേസ് കോടതിയിൽ ചെല്ലുമ്പോൾ കേസ് കൊടുക്കുന്ന പരാതിക്കാരോട് കോടതിയുടെ ഭാഗത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം മിണ്ടാതിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകില്ലേ? അപ്പോൾ നമ്മൾ ഒരു കുറ്റകൃത്യം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അത് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുവാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് പറഞ്ഞ സമയത്ത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, ഇത് കൃത്യമായിട്ട് കോടതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിതകൾ അനുസരിച്ച് ഒരു കുറ്റകൃത്യം നടന്നു എന്ന്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഉണ്ടായി എന്ന് ഒരു ചുമതലപ്പെട്ട അല്ലെങ്കിൽ ഏതൊരു പൗരൻ്റെ അടുത്തായാൽ പോലും വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ അവരത് കൃത്യമായ പോലീസിനെ അറിയിക്കാനുള്ള ബാധ്യത നിയമം നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിൻ്റെ ഓണറേറിയം കൈപ്പറ്റിയ ഒരു കമ്മിറ്റി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ ഈ ചോദ്യങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് കൃത്യമായ രീതിയിൽ പോലീസിനെ അറിയിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സ്വാഭാവികമായിട്ടും ഈ പരാതികൾ കണ്ടെത്തി അന്വേഷിക്കാൻ ഏൽപ്പിച്ച കമ്മിറ്റി തന്നെ ഒരുപക്ഷെ പ്രതിക്കൂട്ടിലേക്ക് വരാനുള്ള സാധ്യത എവിടെയുണ്ട്? തീർച്ചയായിട്ടും. കാരണം കൃത്യമായിട്ട്, അതായത് ഒരു സർക്കാരിൻ്റെ ഓണറേറിയം കൈപ്പറ്റി അതിലുള്ള അംഗങ്ങൾ, ഓണറബിളായിട്ടുള്ള ഒരു മുൻകാല ജഡ്ജാണ് അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2 അംഗങ്ങളുണ്ടായിരുന്നു, അതേ പ്രൊഫഷനിൽ നിന്നുള്ള അംഗം ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിൽ ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമതകൾ നേരിട്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോരുത്തർ തുറന്നു പറഞ്ഞപ്പോൾ അത് കൃത്യമായി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുകൊടുക്കുവാൻ, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് അത് വിടാനുള്ള ബാധ്യത ഹേമ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം സ്വാഭാവികമായിട്ട് ഇവിടെ ഭരിക്കുന്നവർ ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകുമല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ. തീർച്ചയായിട്ടും. അവരും ഈ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യമാണ്.
പക്ഷേ ആർക്കൊക്കെ ഈ പ്രൈവസി ബാധകമാകും, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ പ്രൈവസിയിലെ ചട്ടക്കൂടിലേക്ക് ഇരിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യവും കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ് ശരിയാണെങ്കിൽ. അപ്പോൾ ആ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് അവർക്കാണോ അതോ അതിനിരയാക്കപ്പെട്ടവർക്കാണോ നീതി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമുക്കൊരു നിയമത്തിൽ തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, വൈകി എത്തുന്ന നീതി എന്ന് പറയുന്നത് അനീതിക്ക് തുല്യമാണ്. അതെ. അപ്പോൾ ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷം മുമ്പെങ്കിലും എന്ത് ചെയ്യാമായിരുന്നു? ഇത് നിയമത്തിന്റെ മുമ്പിലേക്ക് വെക്കാമായിരുന്നു. കാരണം ഒരു സർക്കാരിന്റെ, ഈ നാട്ടിലെ സാധാരണക്കാരൻ നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ചാണ് ആ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ കൂടിയതും, അല്ലെങ്കിൽ അവരുടെ യാത്രകളും, അതോടൊപ്പം തന്നെ എല്ലാ ചെലവുകളും നമ്മൾ കൊടുത്ത, അല്ലെങ്കിൽ ഈ നാട്ടിലെ സർക്കാർ ഈ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗപ്പെടുത്തിയാണ് അത്തരത്തിൽ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൃത്യമായി അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത്. അപ്പം സ്വാഭാവികമായും ഇത് മൂടി വെച്ചതിലൂടെ അത് വൈകിയെത്തിയ നീതി അനീതിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ആരോപണങ്ങൾ ശരിയാണെങ്കിൽ എന്ന് വക്കീൽ ഒരു വാക്ക് ഉപയോഗിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് നടന്മാർക്കെതിരെ, സാങ്കേതിക പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ഇതിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു കഴമ്പം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഇവർ ഈ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ ബുദ്ധിയിൽ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നടനെ തേജോവധനം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം തെറ്റുകാരനല്ലാത്തവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിൽ അവൻ തെറ്റുകാരനാകുന്നു, കുടുംബത്തിന്റെ മുന്നിൽ അവൻ അപഹാസ്യനായി നിൽക്കേണ്ടി വരുന്നു. അതിന്റെ മാനക്കേട്, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന മാനക്കേട് നീണ്ടു നിൽക്കുകയാണ്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിനൊടുവിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ഈ പരാതി പറഞ്ഞവരെ, ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ എന്ത് നിയമ നടപടി ഉണ്ടാവും? തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ കാര്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധമില്ലാതെയാണ് അവരെ FIR ഉൾപ്പെടുത്തിയതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കോടതികൾ തന്നെ അതിനുള്ള നിയമപരീക്ഷ നൽകുന്നുണ്ട്. ആ FIR കോഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കോടതിയിലേക്ക് അവർക്ക് സമീപിക്കാം. അവരുടെ ഭാഗം, അവരുടെ തെളിവുകൾ കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ആരോപണം അതൊരു ആരോപണം മാത്രമാണ്. ഒരു FIR നമ്മളെ പ്രതിയാക്കപ്പെടുമ്പോൾ അതൊരു അക്യൂസ്ഡ് അല്ല, ഒരു ആരോപിതൻ മാത്രമേ ആകുന്നുള്ളൂ, കുറ്റവാളി ആകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയാണോ ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ തെളിവുകൾ ഹൈക്കോടതിയിൽ കൊടുത്ത് ആ FIR കോഷ് ചെയ്യാനും അതിൽ നിന്ന് ഒഴിവാകാനുമുള്ള വ്യവസ്ഥ നമ്മുടെ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. അങ്ങനെയാണോ, ആരൊക്കെ ചേർന്നാണോ അദ്ദേഹത്തെ ഇതിലേക്ക് പെടുത്തിയത് അവർക്കെല്ലാം എതിരെ മാനനഷ്ടത്തിനുൾപ്പെടെ പോകാനുള്ള നിയമം അവർക്ക് പരിരക്ഷ നൽകുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പൊ ആരുടെ പേര് ഉന്നയിച്ചാലും അത് വലിയ വിവാദമാകും. പോലീസിന് കേസെടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം പൊതുജനം അവരെ കടിച്ചു കയറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ മാധ്യമ വിചാരണകളും നടന്നു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് കൃത്യമായി ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെ FIR ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസിന് പോകേണ്ടി വരുന്നില്ലേ? അല്ല, അതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരായിട്ടും സ്ത്രീകൾക്കെതിരായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംരക്ഷിത വിഭാഗങ്ങളിലായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള പരാതികളായതുകൊണ്ട് തന്നെയും സ്വാഭാവികമായിട്ടും പോലീസിന് മുമ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. മൊഴി രേഖപ്പെടുത്തി നേരെ FIR പോകേണ്ടി വരുന്നു. FIR ഇട്ടില്ലെങ്കിൽ പിറ്റേന്ന് മാധ്യമ വിചാരണ. തീർച്ചയായിട്ടും മൊഴി രേഖപ്പെടുത്തുക എന്ന് തന്നെ പറയുന്നത് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ട് ആ കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്. അല്ലാതെ ഒരിക്കലും ഒരാൾക്കെതിരെ ഒരു FIR വന്നു എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം പ്രതിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നാളെ ജയിലിലടക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ആകണമെന്നോ ഉള്ള ഒരു വാദം ശരിയല്ല. കാരണം നിരവധി FIRകളിൽപ്പെട്ട ആളുകൾ പിൽക്കാലത്ത് അവരുടെ ഭാഗം തെളിയിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗം അവർക്ക് തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ട്, അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്താനുള്ള അവർക്ക് അവസരങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർക്കത് വഴി പുറത്തു വരാൻ കഴിയും. പക്ഷേ പ്രാഥമികമായിട്ട്, അതായത് ഈ പറഞ്ഞ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് ശേഷമാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്താറുള്ളത്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും പരാതികൾ, അപ്പോൾ നമ്മളൊരു കേരള ഗവൺമെൻറ് ഒരു സെല്ല് തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും FIR ഇടുന്നതാണ് കാണുന്നത്. ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇത്തരത്തിൽ പറയാത്തവർ പോലും ഇപ്പോൾ ആരോപണങ്ങളുമായി വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമുക്കത് വെളിച്ചപ്പെടുത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ വെളിച്ചത്തിൽ അത് പറയാൻ പറ്റാത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണ് മൊഴി കൊടുത്ത് എന്തൊക്കെയാണ് മൊഴി എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സോളാർ അന്വേഷണ കമ്മീഷനെ വെച്ചു. സോളാർ അന്വേഷണ കമ്മീഷൻ കൃത്യമായി പരാതിക്കാരി വെളിപ്പെടുത്തിയ പേരുകളെല്ലാം പുറത്തു വന്നു. മാധ്യമങ്ങൾ, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാരുടെ, കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെയും UDFന്റെ പല നേതാക്കന്മാരുടെ പേരുകൾ വന്നു. എന്താണ് ഉമ്മൻചാണ്ടിക്കും ആ രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്ത പ്രിവിലേജ് ഇവിടെ സിനിമാക്കാർക്ക് കിട്ടുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സോളാർ കമ്മീഷന്റെ മുന്നാകെ വന്ന പേരുകൾ പബ്ലിക്കിലേക്ക് വന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നാകെ വന്ന പേരുകൾ പബ്ലിക്കിലേക്ക് വരാത്തത്? അതിൽ 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹേമ കമ്മീഷനാണല്ല, ഒരു കമ്മിറ്റിയാണ്. അതായത് ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സിനിമാ മേഖലയിൽ എന്തൊക്കെയോ പ്രതിസന്ധി ഉണ്ട് എന്നും ആ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ എല്ലാവരെയും എങ്ങനെ ഒന്നായി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള
കാര്യങ്ങൾ കൃത്യമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷനാണ്. സ്വാഭാവികമായിട്ടും അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡായിട്ടുള്ളൊരു കമ്മീഷനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ അടിസ്ഥാനത്തിൽ വെക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ആർക്കെതിരായിട്ടായാലും നമ്മൾ കൃത്യമായിട്ട് ആരോപണങ്ങൾ, അതായത് ഈ പറയുന്ന നമ്മുടെ നിയമപീഠം എല്ലാ തരത്തിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈവസി എന്ന് പറയുന്നത് ആർക്കാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതായത് പ്രൈവസി എന്ന് പറയുന്നത് ഇരയ്ക്കാണോ വേണ്ടത്, അതല്ലെങ്കിൽ വേട്ടയാടപ്പെട്ടവനാണോ വേണ്ടത്, അതോ വേട്ടയാടിയവർക്കാണോ? ആ ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും. വേട്ടയാടിയവൻ എന്ന് പറയുന്നത് വേട്ടയാടപ്പെട്ടവർ ആരോപിക്കുകയാണ്, അത് തെളിയിക്കണ്ടേ? നിയമത്തിന്റെ മുന്നിൽ തെളിയിക്കുന്നത് വരെ അയാളും പ്രൈവസിയുടെ ഒരു മറപറ്റി നിൽക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ തെളിയിക്കുക. അതായത് ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്താണ്? ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഈ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ മുമ്പാകെ മൊഴി രേഖപ്പെടുത്തിയ ആളുകൾക്ക് അവരുടെ ആരോപണം അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ അതിനുശേഷം അതിന് മറുപടി ഉള്ളവർക്ക് പറയാമല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എം മുകേഷിന്റെ പേര് പറയുന്നു. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് എന്താണ് പറഞ്ഞതെന്ന് പോലും ഈ പറഞ്ഞ ആൾക്കോ കേട്ട ആൾക്കോ ഓർമ്മയുണ്ടാവില്ല. ചില പക്ഷേ കേട്ട ആൾക്കോ ഓർമ്മയുണ്ടാവും. അതിന്റെ പേരിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. നാളെ ഒരു കാലത്ത് ഇത് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നൊരു വലിയ കരിയറുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയായി കണക്കാക്കേണ്ടി വരില്ലേ? തെറ്റാണെങ്കിലാണ് ഞാൻ പറയുന്നത്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റാണെങ്കിൽ. അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കൃത്യമായിട്ട് ഈ ആരോപണം വരുമ്പോൾ ആരോപണ വിധേയർക്കും കൃത്യമായി അവരുടെ ഭാഗം ന്യായീകരിക്കാനും അവരുടെ ഭാഗം കോടതിക്ക് മുമ്പായി അവതരിപ്പിക്കാനുള്ള അവസരം നമ്മുടെ നിയമം ഉറപ്പ് നൽകുന്നുണ്ട്. നിയമം അത് ഉറപ്പ് നൽകുമ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടം എനിക്കറിയില്ല, അത് കോടതിക്ക് അല്ല, അദ്ദേഹത്തിനെന്നല്ല മറ്റൊരാൾക്കാർ ആർക്കും ആയിക്കൊള്ളട്ടെ, അവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അവർക്കെതിരായിട്ട് ഇപ്പോൾ ഒരു വ്യാജ FIR ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നേരെ ജാമ്യത്തിനല്ല, അവർക്ക് നേരെ അത് കോഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാം. ആ FIR റദ്ദാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ, അതായത് അവാസ്തവമായിട്ടുള്ള ആരോപണങ്ങളുടെ പേരിലാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിൽ ആർക്കെതിരായിട്ടാണോ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അവർക്ക് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ കോടതികളെ സമീപിക്കാം. കാരണം തങ്ങൾക്ക് നേരെ അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നേരെ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് നമ്മളുമായി യാതൊരു ബന്ധമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് പോകാമല്ലോ. മുകേഷ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് മുകേഷിനെന്നല്ല ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും, പോകാൻ കഴിയും. അപ്പോൾ അത് കാണുമ്പോൾ പൊതുസമൂഹത്തിന് അവരിലുള്ള വിശ്വാസ്യത ഉണ്ടാകും. കാരണം ഒരാൾ ഈ പറഞ്ഞ പോലെ ഒരു ആരോപണം വരുമ്പോൾ നേരെ ഈ പറഞ്ഞ പോലെ ജാമ്യം എടുക്കാൻ പോകാതെ തന്നെ അവർക്ക് ആരോപണം തെളിയിക്കാതെ ഈ പറഞ്ഞ അവാസ്തവമായിട്ടുള്ള ആരോപണമാണ്, കെട്ടിച്ചമച്ചിട്ടുള്ള ആരോപണമാണ്, ആരോപണം റദ്ദാക്കാൻ അവർക്ക് പോകാമല്ലോ. അല്ല, നമ്മൾ പഴയ ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്ന സംഭവങ്ങൾ സ്വാഭാവികമായും CCTV ഫുട്ടേജുകൾ ലഭ്യമാകില്ല. പിന്നുണ്ടാവുക ലൊക്കേഷൻ സ്റ്റില്ലുകളായിരിക്കും. അതിലും ഇത് വരണമെന്നൊന്നുമില്ല, കാരണം ഇത്രയും നാളത്തെ ഫുട്ടേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടാകാം. സ്വാഭാവികമായും ഈ കേസുകൾ കോടതിയിൽ വന്നാൽ വിജയിക്കുമെന്ന് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചില കാര്യങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സാക്ഷികളില്ലാത്ത, തെളിവുകളില്ലാത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള പല കേസുകളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായ അന്വേഷണത്തിലൂടെ. അത് കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു വിവേചനാധികാരമാണ്. ആരെയൊക്കെ അതിൽ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ സാക്ഷിയാക്കണം, ഏതൊക്കെ തരത്തിലുള്ള എവിഡൻസുകളാണ് കളക്ട് ചെയ്യേണ്ടത്, ആ എവിഡൻസുകൾ ആ കേസിന് നിലനിൽപ്പിനെ ബാധിക്കുന്ന എവിഡൻസുകൾ ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ ആ കേസുകളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശക്തിയുള്ള എവിഡൻസുകളാണോ അതൊക്കെയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായ അന്വേഷണം നടത്തി പോലീസിൽ അവർക്ക് കൊടുക്കാം. പോലീസിന് കൊടുക്കാമല്ലോ. അതിൽ നിരപരാധിയാണെങ്കിൽ പോലീസ് അന്വേഷിച്ച് എന്ത് ചെയ്യാൻ കഴിയും, നിരപരാധിയാണെന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. കാര്യം വ്യാജമായിട്ടുള്ള ആരോപണമാണ് എന്ന് പറയാം. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് വശങ്ങളും പരിശോധിച്ച് മാത്രമേ, കാരണം ഇത്രയും കാലഘട്ടം എന്തുകൊണ്ടാണ് ഇവർ ഈ ആരോപണങ്ങൾ പറയാത്തത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പം സ്വാഭാവികമായും ഇനി ചില ആളുകൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് വെളിപ്പെടുത്താൻ മടിയുണ്ടാവും. തീർച്ചയായും പരാതിക്കാരാണ്, അവർക്ക് അങ്ങനെ ഒരു ഫെയിം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്ക് കൊടുക്കുന്നൊരു നിയമോപദേശം എന്തായിരിക്കും? അവർക്ക് എങ്ങനെയാണ് ഇത് നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഇപ്പോൾ നിരവധി പോലീസ് സ്റ്റേഷനുകളിലൊന്നും പോകാതെ തന്നെ തുണ ആപ്പുകൾ വഴി അവരുടെ കംപ്ലയിൻറ്റ് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകാൻ. അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാർക്ക് ഗൂഗിളിൽ എല്ലാവരുടെയും നമ്പറുകൾ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പരാതി സെല്ലുകളിലേക്കോ പരാതികൾ അയക്കാം. അവർക്ക് അവരുടെ പരാതിക്കുള്ളിൽ കൃത്യമായിട്ട് ആ പരാതിയിലുള്ള എൻ്റെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പരസ്യമായ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമസ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തലോ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്ന സംവിധാനമുണ്ട് കൃത്യമായിട്ട്. അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ഉദ്യോഗസ്ഥൻ എനിക്ക് വിശ്വാസമില്ല, മറ്റൊരാളും അന്വേഷിക്കണമെന്ന് കൃത്യമായിട്ടുള്ള അവർ ആവശ്യപ്പെട്ടാൽ കൃത്യമായി പോലീസ് അതിനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുന്നത്. അവരാവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ മൊഴി രേഖപ്പെടുത്തും.
അതിലൊന്നും യാതൊരു വിധമായ സംശയങ്ങളില്ല. അതൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ ലൈംഗിക പീഡന പരാതി കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു കേസിൽ, ഈ വന്നുകൊണ്ടിരിക്കുന്ന കേസുകളിലൊന്നും ഈ മെഡിക്കൽ റിപ്പോർട്ട് ഒരു അന്വേഷണത്തെ സഹായിക്കില്ലല്ലോ. അല്ല, ഈ ആരോപണങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാനുള്ള സാഹചര്യങ്ങളില്ലല്ലോ. കാരണം ഇത് വർഷങ്ങൾക്ക് നീണ്ടു നിന്ന ആരോപണങ്ങളാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മറ്റു എവിഡൻസുകൾ, അതായത് സാഹചര്യ തെളിവുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതായത് കേസ് ദുർബലമാകുമെന്ന് സാർ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കേസുകൾ കോടതികൾ ശിക്ഷിച്ച സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഉപോത്ഭകമാകുന്ന തെളിവുകൾ ആ പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നോ, അതായത് അവരുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ അവരുടെ ആ മേഖലയിലുള്ള അങ്ങനെ പല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ ചോദ്യം ചെയ്യണം, ആരോടൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം, ഏതൊക്കെ രീതിയിലുള്ള സാക്ഷിമൊഴികളാണ് ഏർപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ സാക്ഷികൾ ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൃത്യമായ വിലയിരുത്തൽ നടത്തേണ്ടത് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഈ പീഡന പരാതി എന്ന് പറയുന്നത് ലൈംഗികമായ അതിക്രമം മാത്രമല്ലല്ലോ, നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ. തീർച്ചയായിട്ടും ഫിസിക്കലി ഓർ മെന്റലി ഹറാസ് ചെയ്താലും അതേ ആരോപണം തന്നെ നമുക്ക് അതേ അലിഗേഷൻ തന്നെയാണ് വരുന്നത്. ഈ സുരാജ് വെഞ്ഞാറമൂടിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു നടി, അവർ പറഞ്ഞിരിക്കുന്നത് സുരാജ് ചില ചോദ്യങ്ങൾ ചോദിച്ചു, അവരെ മാനസികമായി വിഷമിപ്പിച്ചു എന്നുള്ളതാണ്. അതും ഈ പറയപ്പെടുന്ന തരത്തിൽ വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. തീർച്ചയായിട്ടും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള നിയമത്തിൽ അന്ന് അതിൽ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പുകൾ അനുസരിച്ച് അവർക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആൾക്കെതിരായിട്ട് FIR രജിസ്റ്റർ ചെയ്യപ്പെടും. അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതിനുള്ള ശിക്ഷ അദ്ദേഹം അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ബാധ്യത ആരോപണം ഉന്നയിക്കുന്നവർക്ക് മാത്രമല്ല, ഇത്തരത്തിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് മുന്നിട്ടിറങ്ങുന്നതിന് നമ്മുടെ നിയമം എന്ത് ചെയ്യുന്നുണ്ട്. അല്ലാതെ ആരെയും ഒരു കേസ് അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. നമുക്കെതിരായിട്ട് വന്ന ആരോപണം അവാസ്തവമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അവർക്കതിന് മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു സംശയവും വേണ്ട. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളിപ്പെടുത്തി ഇവരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പലരും സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പീഡന കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് തെറ്റല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെട്ട മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇവർക്കെതിരെയൊക്കെ വേണമെങ്കിൽ പോലീസിന് കേസെടുത്തൂടെ? പോലീസിന് പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. അതല്ലെങ്കിൽ ഈ ഇവർ സ്വമേധയാണോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചതെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതും പ്രശ്നമാണോ? അത് അവരുടെ, അതായത് ഈ പറയുന്ന ഒരാളുടെ പ്രൈവസി നമുക്ക് എത്രമാത്രം സംരക്ഷിക്കപ്പെടണമെന്ന് അത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പക്ഷേ കൊച്ചുകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളിലൊക്കെ തന്നെയും അവരുടെ പേരും അതോടൊപ്പം തന്നെ ചിത്രവും ഒക്കെ വെളിപ്പെടുത്തിയാൽ അത് സ്വാഭാവികമായിട്ടും ആ വെളിപ്പെടുത്തുന്നവരെയും ആ കേസുകളിൽ ഉൾപ്പെടുത്തും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇന്നയാൾ ഇന്നതുപോലെ ചെയ്തു എന്ന് വെളിപ്പെടുത്തുക, സ്വാഭാവികമായിട്ട് പോലീസ് കേസെടുക്കുന്നതിന് മുമ്പിട്ടാണ്. ഇത് പലരും ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് ഷെയർ ചെയ്യും. പിന്നീട് കേസ് എടുക്കുന്നു, FIR ഇടുന്നു. FIR ഇട്ടതിന് ശേഷം ഇത് നമ്മുടെ ഫീൽഡിൽ കടന്നാൽ അത് കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ? അതിന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിൽ പരാതിക്കാരാണ് ആവശ്യം വേണ്ടത്. അതായത് ഇപ്പോൾ എനിക്ക് പരാതി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചിത്രം ഇങ്ങനെ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിൽ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ട് കേസെടുക്കും. അതല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക്കിന് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച ആളുടെ പടങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്നു എന്ന് നേരിട്ട് എന്ത് ചെയ്യാൻ കഴിയും, പരാതി കൊടുക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. അതിപ്പം ആ വിക്ടിമായിട്ടുള്ള ആൾ തന്നെ ചെയ്യണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാം. പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കും. സ്വമേധയാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണെങ്കിലും ഷെയർ ചെയ്താൽ നാളെ ഒരു തീർച്ചയായിട്ടും കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അത് അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനം അത് നേരിടണം. കാരണം ഈ പറഞ്ഞ പോലെ അവർക്കും അത് നേരിടാം. കാരണം നമ്മൾ ഇത്തരത്തിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നടത്തിയ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്. അത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ അവകാശമാണല്ലോ ഈ പറഞ്ഞ പോലെ അവരുടെ മുമ്പിൽ വന്ന് നിന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അപ്പോൾ പറയാമായിരുന്നല്ലോ അവരുടെ ഈ പറയുന്ന ഫേസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയും കാണിക്കരുത് എന്ന് അവർക്ക് പറയാമായിരുന്നു. അവർ പറയാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചലഞ്ച് ചെയ്യാം. എന്തായാലും അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, നിയമപരമായ ഈ അറിവുകൾക്ക് നന്ദി. ഇനി അടുത്തൊരു സെഗ്മെന്റുമായി വീണ്ടും കാണാം. താങ്ക് യു.